ലാസ്റ്റ് നമ്മളിട്ട് വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ അല്ലാതെ ഇങ്ങനെ ഓരോന്ന് നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇൻസൈറ്റിൻ്റെ കളർ കറക്റ്റർ എടുത്തത്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും കുറേ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മേക്കപ്പിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. അതായത് നമ്മൾ ഐ ഷാഡോ ഇടും, ഐലൈനർ ഇടും, പൗഡർ ഇടും, ബ്ലഷ് ഇടും, അങ്ങനെ അല്ലാണ്ട് ഫൗണ്ടേഷൻ ഒരു മേക്കപ്പിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവില്ലേ, പ്രൈമർ, പിന്നെ അതിന് മുന്നേ മോയ്സ്ചറൈസ് ചെയ്യണം ഫേസ്, അങ്ങനെ എനിക്ക് വലിയ ധാരണയില്ല. പിന്നെ എനിക്ക് ആക്നി, ഭയങ്കരമായിട്ട് ആക്നി, എൻ്റെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം കാരണമുള്ള ആക്നി കൊണ്ടാണ് ഞാൻ ശരി ഇതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയത്. അപ്പോൾ അതിൽ ഞാൻ പച്ച ഷെയ്ഡും നിങ്ങൾ കാണുന്നുണ്ടാവും. പച്ച ഷെയ്ഡ് ആദ്യം എൻ്റെ ഒരു ആക്നിയുടെ മേലിട്ടു. അതിന് ശേഷം ലൈറ്റായിട്ടുള്ള ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ അല്ല, ലൈറ്റായിട്ടുള്ള ബ്രൗണാണ് യൂസ് ചെയ്തത്. എനിക്ക് അറിഞ്ഞുകൂടാ, മീൻസ് അതായത് ഏത് ഷെയ്ഡ് ഏതിൻ്റെ മേലെ വന്നാലാണ് നമ്മൾ ഡാർക്ക് സ്പോട്ട്സ്, ഇതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ആണ്. കുറച്ചൊരു ഒരു റെഡ്നെസ്സും ഉണ്ട്, ഫുള്ളി ഡാർക്കല്ല, കുറച്ചൊരു ബ്രൗൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പച്ചയും ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും മീൻസ് ഇത് കണ്ടിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തും സെയിം പാറ്റേൺ ചെയ്തു, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. അവിടെ വേറെ ഫുൾ ഡാർക്ക് കളറ് പിമ്പിളിൻ്റെ മാർക്സ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വലിയ പിമ്പിളിൽ ഒരു റെഡ്നെസ്സും ഉണ്ട്, ബ്ലാക്ക് സ്പോട്ടും ഉണ്ട്, മിക്സ് ആയിട്ടുള്ളൊരു വലിയ പിമ്പിൾ മാർക്സിൻ്റെ അവിടെയും സെയിം പച്ചയും പിന്നെ മറ്റേ ലൈറ്റ് ബ്രൗൺ തന്നെ, ഒരു ക്രീം അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ആണത് എന്ന് ഞാൻ വിചാരിക്കുന്നു, കോഫി കളറ്, അതും അപ്ലൈ ചെയ്യും. മൊത്തം നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ഞാൻ കണ്ട റീൽസിലൊക്കെ വീഡിയോസിലും എല്ലാവരും കൈകൊണ്ട് തന്നെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ആ കുഞ്ഞൊരു പാടുണ്ടാവും, സ്റ്റിൽ ആ ഡാർക്ക് സ്പോട്ടിൻ്റെ ഇത് കുറച്ചും കൂടി കാണുന്നത് മാറും. എൻ്റെ രണ്ട് സൈഡും ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കിത് വർക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പറയണേ.